ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ APO അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാമിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ സമയം കൊണ്ട് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം? കാരണം ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് പഠിച്ചു തീർക്കേണ്ടത്. എല്ലാ കാര്യവും പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിലബസിലെ ഭാഗങ്ങൾ മാത്രം ഈ പറയുന്ന 45 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാനുള്ള ഒരു ടൈം ടേബിളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നോക്കിക്കൊള്ളുക, ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്ന 4 ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. ഒന്ന് മാത്സും മെന്റൽ എബിലിറ്റി, എക്കണോമിക്സും കേരള ഹിസ്റ്ററിയും. അതിൽ മാത്സിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും നമ്മൾ പഠിക്കുന്നുണ്ട്. എക്കണോമിക്സിലെ ഇന്ത്യൻ സാമ്പത്തിക രംഗവും ആസൂത്രണ കമ്മീഷനും, കേരള ഹിസ്റ്ററിയിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങള്, വെല്ലൂർ കലാപങ്ങള്, SCRTയിലെ 5ാം ക്ലാസ്സിലെ സയൻസ്. ഇതിലെ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത വീഡിയോസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ പഠിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന അറിവുകൾ. അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ മനഃശാസ്ത്ര ശാഖകൾ സ്പെഷ്യൽ ടോപ്പിക് അല്ലെ, അതേപോലെ തന്നെ മനഃശാസ്ത്ര വിഭാഗങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സ്, ഇംഗ്ലീഷിലെ ഫ്രേസൽ വെർബും ചേഞ്ച് ഓഫ് ജെൻഡറും. രണ്ടാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ഈ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെയായിരിക്കും രണ്ടാമത്തെ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സയൻസും മാത്സും കറണ്ട് അഫയേഴ്സും SCRT നമ്മൾ പഠിക്കുന്നുണ്ട്. സയൻസിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഏരിയ ആയിട്ടുള്ള വിറ്റാമിനുകൾ, അതേപോലെ തന്നെ മാത്സിലെ LCM, HCF ശ്രേണികള്, കറണ്ട് അഫയേഴ്സ്, അതേപോലെ തന്നെ SCRT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്. നാലാമത്തെ ദിവസം നമ്മൾ മനോവിശ്ലേഷണ സിദ്ധാന്തമാണ്. അതേപോലെ തന്നെ മനോലൈംഗിക വികാര ഘട്ടങ്ങൾ, അത് നമ്മൾ 4ാമത്തെ ദിവസം പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവ്, ലോക ചരിത്രത്തിലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഈ ടോപ്പിക്കുകളാണ് നമ്മൾ 4ാമത്തെ ദിവസം പഠിക്കുന്നത് അല്ലെ. 5ാമത്തെ ദിവസം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കേരള ഹിസ്റ്ററിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കേരള ഹിസ്റ്ററിക്കും അതേപോലെ തന്നെ SCRT, കേരള ഹിസ്റ്ററിയിലെ തിരുവിതാംകൂർ ചരിത്രം, അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ നമ്മൾ ഒരു കംപ്ലീറ്റ് ഡേ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 5ാമത്തെ ദിവസം അല്ലെ. 6ാമത്തെ ദിവസം നമ്മൾ ജോഗ്രഫി പഠിക്കുന്നുണ്ട്. ജോഗ്രഫി, ഇംഗ്ലീഷ്, മലയാളം. ഇംഗ്ലീഷും മലയാളവും നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് ഇംഗ്ലീഷും മലയാളം എന്ന് പറയുന്നത്. പിന്നീട് 7ാം ദിവസം നമ്മൾ എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. നവസാമ്പത്തിക പരിഷ്കാരങ്ങള്, ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, മെന്റൽ എബിലിറ്റിയിലെ തരം തിരിക്കൽ, അതേപോലെ തന്നെ SCRT 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്. ഇനി നെക്സ്റ്റ് 8ാം ദിവസം, അത് 7ാം ദിവസം പഠിക്കുന്നതാണ്. 8ാം ദിവസത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി INCക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഫിസിക്സ്, അതേപോലെ തന്നെ ഫിസിക്സിലെ അളവുകളും യൂണിറ്റുകളും, ദ്രവ്യവും പിണ്ഡവും, അതേപോലെ തന്നെ പ്രവൃത്തി, പവർ, ഊർജം തുടങ്ങിയ ടോപ്പിക്കുകളാണ് നമ്മൾ അവിടെ കവറപ്പ് ചെയ്യുന്നത്. 9ാം ദിവസം നമ്മൾ പഠിക്കുന്നത് മാത്സിന്റെ വർഗവും വർഗമൂലവും ദശാംശ സംഖ്യകളും, അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ നിർമ്മാണ സഭ, SCRT 7ാം ക്ലാസ്സിലെ സയൻസ് ആണല്ലോ. അപ്പൊ ഏകദേശം 9 ദിവസം കൊണ്ട് നമ്മൾ അത്യാവശ്യം വേണ്ട ടോപ്പിക്കുകൾ കവറപ്പ് ചെയ്തു. 10ാം ദിവസം നമുക്ക് റിവിഷനാണ്. അപ്പൊ ഈ റിവിഷൻ ഡേയില് നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്കുകൾ എന്തൊക്കെയാണോ ആ ടോപ്പിക്കുകള് എക്സാം നിങ്ങൾക്ക് ഈ റിവിഷൻ ഡേക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്തുക. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് റിവിഷൻ നടത്തണം. പഠിക്കുന്ന ഒരു പുതിയ കാര്യം പഠിക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ എന്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം? റിവിഷനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ദിവസവും നീളുന്ന 45 ദിവസത്തെ ടൈം ടേബിൾ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 45 ദിവസം കൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സിലബസ് ഒന്ന് കവറപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഓരോ ടോപ്പിക്കുകളും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഓരോ ടോപ്പിക്കിന്റെയും ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ ക്ലാസ്സുകളും അതിന്റെ ലൈവ് ക്ലാസ്സുകളും അതിന്റെ നോട്ട്സുകളും ആയിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ടൈം ടേബിള് മുഖേന നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല രീതിയിൽ ഒരു പഠനം നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ എക്സാമിന് ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കൈകളിലുള്ളൂ. ഈ 45 ദിവസം കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി അല്ലെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് APO അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ
നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് CC-യുടെ ഏറ്റവും പുതിയ ബാച്ച്, നമ്മുടെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറുടെ ഏറ്റവും പുതിയ ബാച്ച്. അപ്പൊ എക്സാം ഡേറ്റ് മറക്കണ്ട, April 18-നാണ് നമ്മുടെ എക്സാം വരുന്നത്. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് പഠിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്മൾ ഞങ്ങളെ കണക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാം എഴുതാൻ പോകുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു സോ മച്ച്.